السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه وعترته أجمعين. أما بعد. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് ലഭിച്ച 3 അമൂല്യ നിധികളിലൊന്നായ ആമന റസൂൽ. ഇത് പാരായണം ചെയ്താൽ നിരവധി ശ്രേഷ്ഠതകൾ ലഭിക്കുന്നതാണ്. മനുഷ്യ ഭൂത പിശാചുക്കളിൽ നിന്നും മോചനമുണ്ടാവാനും ദുന്യവിയും ഉഖ്റവിയുമായ നിരവധി നേട്ടങ്ങൾ ലഭിക്കാനും ആമന റസൂൽ നാം പതിവായി പാരായണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നമ്മെ പഠിപ്പിച്ചതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കണം. പിഴവ് കൂടാതെ തജ്വീദ് അനുസരിച്ച് നാം ഓതിപ്പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിവരിച്ച ആമന റസൂൽ വ്യാഖ്യാനം മഹത്വം എന്ന ക്ലാസ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കേൾക്കാം. ആമന റസൂൽ പാരായണ തജ്വീദ് പഠന ക്ലാസ് ആരംഭിക്കുകയാണ്. ആമന റസൂലിൻ്റെ തൊട്ടു മുമ്പുള്ള ലില്ലാഹി മാഫിസ് സമാവാതി വ മാഫിൽ അർള് എന്ന ആയത്ത് മുതൽ നമുക്ക് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. لله ما في السماوات وما في الأرض. لله അള്ളാഹ് എന്ന് പറയുന്ന ജലാലത്തിൻ്റെ ഇസ്മാണല്ലോ അള്ളാഹ്. അള്ളാഹ് എന്ന് പറയുമ്പോൾ ലാമാണ്. അള്ളാഹ് ലാദല്ല ലാഉമല്ല, ലാമാണ്. ലാമിന് 2 അവസ്ഥകളുണ്ടല്ലോ, തഫ്ഖീം തർഖീഖ്. ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിനെ ഒന്നുകിൽ തഫ്ഖീം അല്ലെങ്കിൽ തർഖീഖ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരവസ്ഥയിലാണ് ഉച്ചരിക്കുക. ജലാലത്തിൻ്റെ ഇസ്മിലെ ലാം മാത്രം. അതുതന്നെ ലാമിൻ്റെ മുമ്പ് കെസ്റ ആണെങ്കിൽ തർഖീഖ്, ഫത്ഹോ ലൊമ്മോ ആണെങ്കിൽ തഫ്ഖീം. ഇവിടെ ലില്ലാഹി എന്ന് പറയുമ്പോൾ ലാമിൻ്റെ തൊട്ടു മുമ്പ് കെസ്റാണ്. അതുകൊണ്ട് ലില്ലാഹ് തർഖീഖ് അഥവാ നേരിയതായ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. അല്ലാഹ് ലാമിന് തൊട്ടു മുമ്പ് ഫത്ഹാണല്ലോ, തഫ്ഖീം അല്ലാഹ്. അലൈഹുല്ലാഹ് ലാമിന് മുമ്പ് ലൊമ്മാണ്, അതുകൊണ്ട് അവിടെയും തഫ്ഖീം തടിപ്പിച്ചാണ്. നാം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലില്ലാഹി എന്ന പദത്തിൽ ലാമിന് മുമ്പ് കസ്റായതുകൊണ്ട് തർഖീഖ് അഥവാ നേരിയതായ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. മാ ഫിസ് സമാവാത്, മാ ഫിസ് സമാവാത്. ഓരോ ഹർഫുകൾക്കും നല്ല അക്ഷരസ്ഫുടത കൊടുക്കണം, അക്ഷരശുദ്ധി. അതോടൊപ്പം മഖ്റജും പ്രത്യേകം ശ്രദ്ധിക്കണം, സിഫത്തും ശ്രദ്ധിക്കണം. പിന്നെ ശരിയായ രൂപത്തിലുള്ള പാരായണം ആവണമെന്നുണ്ടെങ്കിൽ മദ്, സാക്കിന, നൂൻ, തൻവീൻ അതിൻ്റെ വിധികൾ അഥവാ മണിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നാം പ്രാഥമികമായി മനസ്സിലാക്കുകയും നമ്മുടെ പാരായണത്തിൽ ഉണ്ടാവുകയും ചെയ്യണം. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. മാ ഫി ഫ, മാ ഫിസ് സ, സീനിന് ശബ്ദമുണ്ട്, ശ്രദ്ധിക്കണം. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. അൽ അർള് എന്ന പദത്തിൽ റായിനെ പലരും അൽ അറുൽ
ഒരൽപ്പം കൽക്കല കൊടുത്തുകൊണ്ട് ഉച്ചരിക്കാറുണ്ട്. അത് ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദു വഇൻ സാക്കിന നൂനാണ്, ശേഷം താ ആണ് വന്നത്. ഇഖ്ഫാ അഥവാ മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ഇവിടെ പലരും ഓതാറുള്ളത് വഇൻ തുബ്ദു എന്നാണ്. ശ്രദ്ധിച്ചു കേൾക്കൂ. വഇൻ തുബ്ദു, നാവിൻ്റെ തല മേലെ മുൻപല്ലുകളുടെ ഊനിൽ തൊട്ടുകൊണ്ടുള്ള ഉച്ചാരണം. അത് ശരിയായ രൂപത്തിലുള്ള ഉച്ചാരണമല്ല. അങ്ങനെയല്ല ഇഖ്ഫാ ചെയ്യേണ്ടത്. നാവിൻ്റെ തല മേലെ മുൻപല്ലുകളുടെ ഊനിൽ തൊടാതെയാണ് ഇഖ്ഫാ ചെയ്യേണ്ടത്, മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. وَإِن تُبْدُوا أَنْتُمْ أَنْفَالٌ ഇത്തരത്തിലുള്ള പദങ്ങളിലൊക്കെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ مَا فِي ഹംസ വന്നു. മാ ഫി, ഫായിന് ശേഷം മദ്ദിയായ ആണല്ലോ. മദ്ദിയായ എന്ന് പറഞ്ഞാൽ നീട്ടുന്ന യാ, നീട്ടി ഉച്ചരിക്കേണ്ട യാ. അങ്ങനെ മദ്ദിയായ അതിന് ശേഷം ഹംസ വന്നാൽ നന്നായി നീട്ടണം. അങ്ങനെ നന്നായി നീട്ടണം എന്നതിൻ്റെ മേൽ അറിയിക്കാൻ വേണ്ടി അവിടെ ഒരു മദ്ദിൻ്റെ ഒരു അടയാളവും നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ, സ്ഥലങ്ങളിലെല്ലാം നീട്ടി തന്നെ നാം ഓതി പരിശീലിക്കണം. മാ ഫീ അൻഫുസിക്കും എന്നല്ല ഓതേണ്ടത്, അൻഫുസിക്കും. ഔ തുഖ്ഫൂഹു യുഹാസിബ്കും ബിഹില്ലാഹ് മാ ഫീ അൻഫുസിക്കും. ഔ ഇൽഹാർ ചെയ്യണം. സാക്കിന മീമിന് ശേഷം ഹംസയാണ് വന്നത്. അതേപോലെ ഔ തുഖ്ഫൂഹു യുഹാസിബ്കും ബിഹില്ലാഹ്, യുഹാസിബ്കും സാക്കിനായ മീമാണ്, അതിനുശേഷം ബാ വന്നു. സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ബാ വന്നാൽ ഇഖ്ലാബായിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം. യുഹാസിബ്കും ബിഹില്ലാഹ്, അല്ലാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ. ഇവിടെ ലാമിന് മുമ്പ് കസ്റാണല്ലോ. അതിനാൽ ലാമിനെ തർക്കീഖ് നേരിയതായ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. ബിഹില്ലാഹ്, ബിഹില്ലാഹ് ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ. ഫയഗ്ഫിറു, ഫയഗ്ഫിറു. ഇവിടെ പലരും ഓതാറുള്ളത് ഫയഗ്ഫിറു എന്ന് ഗൈനിൽ ഒരൽപ്പം കൽക്കല അഥവാ ചലന ശബ്ദം കൊടുക്കും. അങ്ങനെ ചലന ശബ്ദം കൊടുത്തുകൊണ്ടല്ല ഉച്ചരിക്കേണ്ടത്. കാരണം ഗൈൻ എന്ന് പറയുന്ന ഹർഫ് കൽക്കല എന്ന് പറയുന്ന സിഫത്ത് കൊടുത്തുകൊണ്ട് ഉച്ചരിക്കേണ്ട ഹർഫല്ല. അതുകൊണ്ട് ഇതിൽ കൽക്കല ചലന ശബ്ദം എന്ന് പറയുന്ന സിഫത്ത് കൊടുക്കാൻ പാടില്ല. ഫയഗ്ഫിറു ലിമയ്യ മണിക്കണം. ഇവിടെയും ലിമൻയ എന്ന് പലരും ഓതാറുണ്ട്. ലിമൻ സാക്കിന നൂനാണ്, ശേഷം യാ ആണ് വന്നത്. ഇദ്ഗാമും ബിഗുന്ന, മണിച്ചു ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ലിമയ്യ ഇദ്ഗാം ബിഗുന്ന. അതോടൊപ്പം യശാ ഹംസ വന്നു. മദ്ദിയായ അലിഫിന് ശേഷം ഹംസ വന്നു എന്നു മാത്രമല്ല, അത് ഒരു പദത്തിൽ ഒരു കലിമത്തിലാണ് ചേർന്നുകൊണ്ടാണ് വന്നത്. അതിനാൽ നന്നായി നീട്ടണം. യശാ വയുഅദ്ദിബു മൻ യശാ ഐനാണ്. അതേപോലെ തന്നെ മൻ യശാ അവിടെയും ഇദ്ഗാം ബിഗുന്ന മണിക്കണം, ഇദ്ഗാം ചെയ്യണം. യശാ നന്നായി മദ്ദു ചെയ്യുകയും ചെയ്യണം. നീട്ടിയാണ് ഓതേണ്ടത്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. വല്ലാഹ്,
അല്ലാഹ്, ലാമിന് മുമ്പ് ഫത്ഹാണല്ലോ, തഫ്ഖീം തടിപ്പിച്ചുകൊണ്ട് അല്ലാഹ് ഈ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. വല്ലാഹു അലാ ഐൻ അലാ കുല്ലി ഷൈഇൻ ഖ, ഷൈഇൻ ഖ, ഷൈഇൻ ഹംസക്ക് തൻവീനാണ്, ശേഷം ഖാഫ് വന്നു. സാക്കിന നൂൻ്റെയോ തൻവീൻ്റെയോ ശേഷം ഖാഫ് വന്നാൽ ഇഖ്ഫാ അഥവാ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. അതോടൊപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പദം ഖദീർ എന്ന പദമാണ്. സൂറത്തുൽ മുൽക്ക് പാരായണ പഠന ക്ലാസ്സിൽ നാം പ്രത്യേകിച്ച് അടിവരയിട്ട് പറഞ്ഞതാണ്. ഖദീർ, നസീർ, മസീർ, ഇവിടെയൊക്കെ റായിനെ എന്ത് ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം? തർക്കീഖ്, നേരിയതായ രൂപത്തിലായിട്ടാണ് ഉച്ചരിക്കേണ്ടത് എന്ന്. അതേപോലെ തന്നെ ഇവിടെയും ഖദീർ ഇങ്ങനെയാണ് ഓതേണ്ടത്. അല്ലാതെ പലരും ഓതുന്നത് പോലെ ഖദീർ ഖദീർ എന്നല്ല, ഖദീർ. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. ആമനർ റസൂൽ, ആമനർ റായിന് ഷദ്ദുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തക്രീർ എന്ന് പറയുന്ന സിഫത്ത് വരും. റായിന് മാത്രമുള്ള ഒരു സിഫത്ത്, ഒരു സ്വഭാവ വിശേഷണമാണ് തക്രീർ അഥവാ പിടപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക എന്ന് പറയുന്ന ആ ഒരു സ്വഭാവ വിശേഷണം അഥവാ സിഫത്ത്. പക്ഷേ റായിന് തർക്കീഖ് എന്ന് പറയുന്ന സിഫത്ത് കൊണ്ടുള്ള ഉദ്ദേശം തക്രീർ നൽകിക്കൊണ്ട് ഉച്ചരിക്കണം എന്നല്ല. റായിൽ വരുന്ന തക്രീറിനെ മറച്ചുകൊണ്ട് ഉച്ചരിക്കണം എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് തക്രീർ പിടപ്പിച്ചുകൊണ്ടല്ല ഉച്ചരിക്കേണ്ടത്. പലരും ഓതാറുള്ളത് ഇവിടെ ആമനർ ആ രൂപത്തിലുള്ള ഉച്ചാരണം തെറ്റാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങനെ പിടപ്പിക്കാൻ പാടില്ല. ആമനർ റസൂൽ ബിമാ ഉൻസിൽ, ബിമാ, ഇവിടെയും മദ്ദക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നുവല്ലോ, നന്നായി മദ്ദ് ചെയ്യണം. അങ്ങനെ നീട്ടണം എന്നതിൻ്റെ മേൽ അറിയിക്കാൻ വേണ്ടി അവിടെ ഒരു അടയാളവുമുണ്ട്. അതുകൊണ്ട് നീട്ടിക്കൊണ്ട് തന്നെ ഓതുക. ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, ഉൻസിൽ, ഉൻസി സാക്കിന നൂനിന് ശേഷം സായ് എന്ന് പറയുന്ന ഹർഫാണ് വന്നത്, ഇഖ്ഫാ ചെയ്യണം. ഉൻസില എന്നല്ല, ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. മിർ റബ്ബിഹി ഹ ആണല്ലോ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവ്യക്തമായി പോകും. ഖഫാഇൻ്റെ അക്ഷരമാണ് ഹ, പ്രത്യേകം ശ്രദ്ധിക്കണം. മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. കുല്ലുൻ ആമൻ, കുല്ലുൻ ലാമിന് തൻവീനാണ്, ശേഷം ആ ഹംസയാണ് വന്നത്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കി, മണിക്കാതെ വെളിവാക്കിയാണ് ഓതേണ്ടത്. കുല്ലുൻ ആമന ബില്ലാഹ്, ബില്ലാഹ് ഏതായിരുന്നു ആ പദം? ജലാലത്തിൻ്റെ ഇസ്മ, അല്ലാഹ് ജലാലത്തിൻ്റെ ഇസ്മ. ജലാലത്തിൻ്റെ ഇസ്മിൻ്റെ ലാമിന് മുമ്പ് കസ്റാണെങ്കിൽ ബില്ലാഹ്, കുല്ലുൻ ആമന ബില്ലാഹ്, ലാമിനെ തർക്കീഖ് അഥവാ നേരിയതായ രൂപത്തിലാണല്ലോ ഉച്ചരിക്കേണ്ടത്. അതിനാൽ ഇവിടെ ബില്ലാഹ് വമലായികതി നന്നായി മദ്ദ് ചെയ്യണം. കാരണം മുമ്പ് പറഞ്ഞുവല്ലോ, വകുതുബിഹി വറുസുലിഹി, വകുതുബിഹി ഹ അവ്യക്തമായി പോകാൻ പാടില്ല. വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, ലാ നുഫർരിഖു, നുഫർരിഖു റായിന് ഇവിടെയും ഷദ്ദ് വന്നു. ആമന റസൂൽ എന്ന പദത്തിൽ പറഞ്ഞതുപോലെ റായിന് ഷദ്ദ് വന്നാൽ തക്രീർ വരാൻ വളരെയേറെ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെയും അതേപോലെ തന്നെ ലാ നുഫർരിഖു, ഇവിടെ പലരും ഓതാറുള്ളത് ലാ നുഫർരിഖു, അങ്ങനെയല്ല ഓതേണ്ടത് നുഫർരി. റായിന് കസ്റായാൽ എപ്പോഴും തർക്കീഖാണ്.
നേരിയതായ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. റി എന്ന് ഉച്ചരിക്കാൻ പാടില്ല. രി ഗൈരിൽ മഗ്ദൂബി. ആ ഒരു ആയത്തിൽ ഓതുന്നത് പോലെ തന്നെ ഇവിടെയും ലാ നുഫർരിഖു ഇങ്ങനെയാണ് ഓതേണ്ടത്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റൂസുലിഹി. അഹദിൻ ദാലിന് തൻവീനാണ്, ശേഷം മീം വന്നു. എന്തു ചെയ്യണം? ഇദ്ഗാം ബിഗുന്ന. സാക്കിന നൂനിനോ തൻവീൻ്റെയോ ശേഷം മീം വന്നാൽ ഇദ്ഗാം ബിഗുന്ന, ഉന്നത്തോടെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റൂസുലിഹി വഖാലൂ സമിഅനാ വഅതഅനാ ഖാഫാണ്. പലരും ഇവിടെ ഓതാറുള്ളത് കാഫായി വക്കാലു എന്നാണ്. ഒരിക്കലും അങ്ങനെ ഓതാൻ പാടില്ല. കാഫല്ല, ഖാഫ്. വഖാലു ഖാഫ് എന്ന് പറയുന്ന ഹർഫ് എപ്പോഴും തഫ്ഹീം തടിപ്പിച്ചുകൊണ്ടാണല്ലോ ഉച്ചരിക്കേണ്ടത്. മാത്രമല്ല തഫ്ഹീമിൻ്റെ ഹർഫിന് ശേഷം അലിഫ് വന്നാൽ, ഇവിടെ അലിഫാണ് വന്നത്, തഫ്ഹീം നന്നായി നൽകണം. നന്നായി തഫ്ഹീം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. വഖാലു സമിഅനാ വഅതഅനാ. സമിഅ ഐനാണ്, ശ്രദ്ധിക്കണം. വഅതഅനാ തർക്കീക്കിൻ്റെ ഹർഫാണ്. എപ്പോഴും തഫ്ഹീം തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട ഹർഫാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. വഅതഅന എന്ന് ഓതാൻ പാടില്ല. അതോടൊപ്പം തന്നെ വഅതഅന എന്ന് ത്വാഇനെ താആയും ഉച്ചരിക്കാൻ പാടില്ല. ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. ഗൈൻ ഹംസ തൊണ്ടയുടെ താഴെ ഭാഗത്തു നിന്നും ഉച്ചരിക്കണം. ഐൻ ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നും. ഗൈൻ ഖ തൊണ്ടയുടെ മേലേ അറ്റത്തു നിന്നും, മേലേ ഭാഗത്തു നിന്നും. ഇവിടെ ഗൈനാണ്. അതുകൊണ്ട് ആ ഒരു മഖ്റജ് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നാം ഉച്ചരിക്കണം. ഗുഫ്റാനക റബ്ബനാ, ഗുഫ്റാനക റബ്ബനാ, റബ്ബനാ വഇലൈക്കൽ മസീർ. വഇലൈക്കൽ മസീർ. മസീർ സാദാണ്, സീനല്ല. അതോടൊപ്പം മസീർ റായിനെ തർക്കീഖ് അഥവാ നേരിയതായ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. അല്ലാതെ മസീർ മസീർ എന്നല്ല. മസീർ. ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ലാ യുകല്ലിഫുല്ലാഹു. അല്ലാഹ് ഇവിടെയും തഫ്ഹീം ചെയ്തുകൊണ്ട് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ. നഫ്സൻ നഫ്സൻ തൻവീൻ, ശേഷം ഹംസയാണ് വന്നത്, ഇൽഹാർ ചെയ്യണം. ഇല്ലാ വുസ്അഹാ. വുസ്അഹാ വുസ്അഹ എന്ന സീനിൽ ഖൽഖല കൊടുക്കാൻ പാടില്ല. ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. ലഹാ മാ കസബത് ഈ ഒരു പദത്തിലും വഅലൈഹ മക്തസബത് ഈ രണ്ട് പദത്തിലും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം സുക്കൂനുള്ള ത ആണ്. ഇദശംസു കുവിറത് വഇദൻ നുജൂമു കദറത്. ഇത്തരത്തിലുള്ള സുക്കൂനുള്ള തായിൽ പലരും ഓതാറുള്ളത് തായിൽ വല്ലാതെ കൂടുതൽ കാറ്റ് കൊടുത്തുകൊണ്ട് സീന് പോലെയാണ്. ഇദശംസു കുവിറത് വഇദൻ നുജൂമു കദറത്. ഇങ്ങനെ സീന് പോലെയുള്ള തായിൻ്റെ ഉച്ചാരണം പിഴവാണ്, തെറ്റാണ്. അങ്ങനെ ഓതാൻ പാടില്ല. ഒരു ഹർഫ് മറ്റൊരു ഹർഫായി മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. വളരെ വലിയ തെറ്റ് തന്നെയാണ്. ഈ ഒരു പദവും ലഹാ മാ കസബത്ത് ഇവിടെയും പലരും ഓതാറുള്ളത് ലഹാ മാ കസബത്ത് കസബത്ത് വഅലൈഹാ മക്തസബത്ത്. ശരിയായ രൂപം ശ്രദ്ധിച്ചു കേൾക്കൂ. ലഹാ മാ കസബത്ത്
وعليها ما اكتسبت لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا റായിനെ തഫ്ഹീം അഥവാ തടിപ്പിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. റോ ആ രൂപത്തിലാണ് മൊഴിയേണ്ടത്. ലാ തുആഖിദ്ന, ഇവിടെ പലരും ലാ തുആഖിദ്ന എന്ന് ദാലിൽ ഒരൽപ്പം കലക്കൽ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കേണ്ടതില്ല. ലാ തുആഖിദ്ന ഇൻ നസീന, നന്നായി മദ് ചെയ്യണം. ഇൻ നസീന അവിടെ മണിക്കുകയും ചെയ്യണം. ഇൻ നസീന ഔ അഖ്തഅന, നന്നായി മദ് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ربنا ولا تحمل علينا إصرا ربنا റായിനെ തഫ്ഹീം അഥവാ തടിപ്പിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. വലാ തഹ്മിൽ ഹ ആണ് ഇവിടെ. വലാ തഹ്മിൽ എന്ന് ഹ ആയി ഉച്ചരിക്കാൻ പാടില്ല. അലൈന ഐൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന് അലൈന ഇസ്റ, നന്നായി മദ് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഇസ്റൻ കമാ ഇസ്റൻ, റായിന് തൻവീനാണല്ലോ, ശേഷം കാഫാണ് വന്നത്. ഇഖ്ഫാ അഥവാ മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ, കമാ ഹമൽത ഹ ആണ്. കമാ ഹമൽതഹു എന്ന് ഹ ആയി ഉച്ചരിക്കാൻ പാടില്ല. ഹ ആയി തന്നെ മൊഴിയണം. ഒരു ഹർഫ് മറ്റൊരു ഹർഫായി മാറിപ്പോകാൻ ഒരിക്കലും പാടില്ല. അലല്ലദീൻ ഐനാണ്, ശ്രദ്ധിക്കണം. അലല്ലദീന മിൻ ഖബ്ലിന, മിൻ സാക്കിന നൂനാണ്, ശേഷം ഖാഫ് വന്നു. അതിനാൽ ഇഖ്ഫാ അഥവാ മറച്ചു മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. പലരും മിൻ ഖബ്ലിന എന്ന് ഓതേണ്ടതിന് പകരം മിൻ ഖബിലിന എന്ന് ഖാഫിനെ കാഫായി ഓതാറുണ്ട്. അതും പിഴവാണ്. ഖാഫായി തന്നെ ഉച്ചരിക്കണം. മിൻ ഖബ്ലിന. ربنا ولا تحملنا ما لا طاقة لنا به ربنا ولا تحملنا ولا تحمل, ഷദ്ദുള്ള മീമാണല്ലോ, മണിക്കണം. നന്നായി മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഷദ്ദുള്ള നൂൻ, ഷദ്ദുള്ള മീം ഏത് സ്ഥലത്ത് കണ്ടാലും നന്നായി ഗുന്നത്ത് ചെയ്തു മണിച്ചുകൊണ്ട് തന്നെ ഓതണം. ولا تحملنا ربنا ولا تحملنا ما لا طاقة لنا به ما لا ആണ് طاقة لنا به. മറ്റൊരു കാര്യം ഈ ഒരു പദത്തിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, പലരും ഇവിടെ ഓതാറുള്ളത് ربنا ولا تحملنا ما لا طاقة لنا به طاقة. എന്തിനാണ് ഇങ്ങനെ കൂടുതൽ നീട്ടുന്നത്? കൂടുതൽ നീട്ടണമെങ്കിൽ അവിടെ ഒരു കാരണം വേണം. ഹംസ ഉണ്ടോ ഇവിടെ? ഇല്ല. പിന്നെ എന്തിനാണ് അങ്ങനെ നീട്ടുന്നത്? ഒരുപാട് ആൾക്കാർ അങ്ങനെ ഓതുന്നു. അത് ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. ഒരു അലിഫിൻ്റെ ഖദർ മാത്രമേ നീട്ടാൻ പാടുള്ളൂ. ما لا طاقة لنا به ما لا طاقة لنا به واعف عنا واغفر لنا واعف ഐനാണ്, ശ്രദ്ധിക്കണം. അന്ന ഷദ്ദുള്ള നൂനാണല്ലോ, മണിക്കണം. വഗ്ഫിർ ലനാ ഗൈനാണ്. ഇവിടെ പലരും ഗൈനിൽ കൽക്കല കൊടുത്തുകൊണ്ട് വഗ്ഫിർ ലനാ എന്ന് പലരും ഓതാറുണ്ട്. അതും ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. വഗ്ഫിർ എന്ന പദത്തിലെ റായിന് സുക്കൂനാണ്, അതിൻ്റെ തൊട്ട് മുമ്പ് കസ്റുമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റായിന് തർക്കീഖ് അഥവാ നേരിയതായ രൂപത്തിൽ വഗ്ഫിർ ഈ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. അല്ലാതെ പലരും ഈ ഒരു പദത്തിൽ ഓതുന്നത് പോലെ
വഗ്ഫിർ ലന എന്നല്ല, വഗ്ഫിർ ലന. വർഹംനാ, വർഹംനാ, ഹ ആണ്, ഹ ആയി പോവാൻ പാടില്ല. أنت مولانا فانصرنا أنت ഇവിടെ പലരും അൻത് എന്ന് ഓതാറുണ്ട്. അത് ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. അൻ സാക്കിനാനൂൻ ശേഷം താ ആണ് വന്നത്, ഇഖ്ഫാ ചെയ്യണം. അൻത ഈ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. أنت مولانا فانصرنا فانصر ഇവിടെയും മണിക്കണം, ഇഖ്ഫാ ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. فانصرنا أنت مولانا فانصرنا على القوم الكافرين. ഐനാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അലൽ ഖൗമി ആഫാണ്, കാഫായി പോവാൻ പാടില്ല. അലൽ ഖൗമിൽ കാഫിരീൻ. أنت مولانا فانصرنا على القوم الكافرين. ഇത്തരം നിയമങ്ങളൊക്കെ ഈ ഒരു ഭാഗം നാം പാരായണം ചെയ്യുമ്പോൾ, എന്ന് പറഞ്ഞാൽ ആമന റസൂൽ നാം പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കണം. തെറ്റുകൂടാതെ തജ്വീദ് അനുസരിച്ച് ആമന റസൂൽ നമുക്ക് ഓതി പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.